ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് ഭാനുമതി അമ്മ മഞ്ജുവിനോട് വളരെ മോശമായിട്ട് പെരുമാറുവാണ്. മഞ്ജുവിനെ കുത്തിനോവിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു സങ്കടപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം ഗിരിയുടെ സുഹൃത്തായ മുകുന്ദനുണ്ണി മഞ്ജുവിന് വേണ്ടി ഗിരിയോടും ഭാനുമതിയോടും സംസാരിക്കുന്നുണ്ട്. അന്നേരം ഗിരി മുകുന്ദനോട് പറയണേ, നീ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട മുകുന്ദ. എൻ്റെ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവൾക്ക് ഈ വീട്ടിൽ തന്നെ തുടരണമെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്ന കാര്യങ്ങൾ അവൾ അനുസരിക്കണം. അമ്മയുടെ വാക്കിന് വില കൊടുക്കാതെ അവൾ ഓരോന്ന് പ്രവർത്തിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിൻ്റെ വീടാണ് കേട്ടോ. അവിടെ മഹേഷ് മഹിമയോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുവാണ്. മഹേഷ് പറയണേണ്, അതെ മഞ്ജു ഇപ്പോൾ ഇവിടെ ഇല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അതുകൊണ്ട് നീ ഇവിടെ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്നെ പിടിച്ച് ഞാൻ പുറത്തേക്കറിയും. അങ്ങനെ മഹേഷ് പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് മഹിമ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഗോപിയമ്മാവൻ മഹിമയെ ചെന്ന് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രി ഗിരിയുടെ റൂമാണ് കേട്ടോ. അങ്ങനെ ഗിരി അല്പം കുടിച്ചിട്ടൊക്കെ റൂമിലേക്ക് വരുവാണ്. ഈ സമയം മഞ്ജു ഗിരിയോട് താഴെ കിടക്കാൻ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗിരി പറയണേ, അത് കൊള്ളാലോ, ഞാനിവിടെ പൈസ മുടക്കി കട്ടിലൊക്കെ മേടിച്ചിട്ടിരിക്കുന്നത് താഴെ കിടക്കാനല്ല, ഞാൻ കട്ടിലിൽ കിടക്കും. നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ താഴെ കിടക്ക്, അല്ല കട്ടിലിൽ തന്നെ കിടക്കണമെന്നാണെങ്കിൽ അരികത്തേക്ക് നീങ്ങി അങ്ങ് കിടന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് ഗിരി കട്ടിലിൽ കിടക്കുവാണ്. അപ്പം മഞ്ജും കട്ടിലിൻ്റെ മറ്റേ അരികത്ത് പോയി കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജു തലവെച്ച് കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഗിരി തലവെച്ച് കിടക്കുന്നത്. ഗിരി അങ്ങനെ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ മഞ്ജുവിൻ്റെ കാല് പാദസരം കാണുവാണ് കേട്ടോ. അങ്ങനെ അത് കാണുന്ന ഗിരി മഞ്ജുവിൻ്റെ കാലിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഗിരിയുടെ ഉള്ളിൽ മഞ്ജുവിനോട് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ മഞ്ജു ഒരു പോലീസുകാരായതുകൊണ്ട് തന്നെ വീട്ടിലെ അമ്മക്കും ബാക്കിയുള്ളവർക്കും ഒന്നും ഇഷ്ടമല്ല. മാത്രമല്ല തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ പോലീസുകാരുള്ളത് കൊണ്ട് തന്നെ പോലീസുകാരിയായ മഞ്ജുവിനോടൊരു ചെറിയ ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ മഞ്ജു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയോട് ഗിരിക്ക് ഒരിഷ്ടമൊക്കെ ഉണ്ട്. ഗിരിയുടെ ഉള്ളിൽ മഞ്ജുവുണ്ട്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ മഞ്ജു നിരപരാധിയാണെന്നും മഞ്ജുവിൻ്റെ നിഷ്കളങ്കതയൊക്കെ ഗിരിയെ കൂടുതൽ മഞ്ജുവിലേക്ക് അടുപ്പിക്കുന്നൊക്കെ ഉണ്ട്. മാത്രമല്ല ഗോപാൽജിയുടെ ചതികൾ ഗിരി തിരിച്ചറിയുന്ന എപ്പിസോഡുകളും ഇനി ഉടനെ തന്നെ കാണും. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.